ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോഴും ആ കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല. തീ അണയ്ക്കാൻ പോയിട്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ പോലും വിജയിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്ത് നമുക്ക് അതിൻ്റെ അപ്ഡേറ്റും കിട്ടും. ഏറ്റവും ഒടുവിൽ കൊടുത്ത നിർദ്ദേശം ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് കപ്പലുടമകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. കപ്പലിലെ കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കൾ എന്തെന്ന് വെളിപ്പെടുത്തണം, വസ്തുക്കളുടെ സ്വഭാവം എന്താണെന്ന് അറിയിക്കണം, ഓരോ 2 മണിക്കൂറിലും സാഹചര്യം അറിയിക്കണം, അഗ്നിശമന സംവിധാനങ്ങൾ എത്തിക്കണം എന്ന് അങ്ങോട്ടേക്ക് പറയുകയാണ്. നോക്കൂ, ഒരു കപ്പൽ നമ്മുടെ കടലിന് നടുക്ക് നിന്ന് ആഞ്ഞ് കത്തുമ്പോൾ പോലും അതിലെ വസ്തുക്കൾ എന്താണെന്ന് നമുക്കറിയില്ല. MSC എൽസാത്രിയിലെ ഈ പറഞ്ഞ വസ്തുക്കൾ എന്താണെന്ന് അറിയാനെടുത്ത കാലപരിധി നമ്മൾ കണ്ടതാണ്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഇങ്ങനെ കപ്പൽ ദുരന്തങ്ങൾ നമ്മുടെ കടലിൽ ഒരു ആവർത്തിക്കുന്ന സംഭവമായി മാറുകയാണെങ്കിൽ ഈ കണ്ടെയ്നറിൽ എന്താണെന്ന് അറിയാനുള്ള അവകാശം നമുക്കില്ലേ? തീരദേശ ജനതയ്ക്കില്ലേ? എല്ലാ കാലവും അങ്ങനെ പേടിച്ച് നിൽക്കാൻ പറ്റുമോ ശ്രീ സുഭാഷ് ചന്ദ്രബോസ്? അതിനിപ്പോൾ എന്ത് ഇന്റർനാഷണൽ ലോ ആണെങ്കിലും അതിനുവേണ്ടി ആവശ്യപ്പെടാനുള്ള അവകാശം നമുക്കില്ലേ ശ്രീ സുഭാഷ് ചന്ദ്രബോസ്? ഞാൻ അതിലേക്ക് വരാം. നമ്മുടെ പ്രിയപ്പെട്ട റെജി ലൂക്കോസ് അവർകളോട് വളരെ സ്നേഹപുരസരം നമുക്കൊരു ഓപ്പൺ ഡിബേറ്റിലേക്ക് നമുക്ക് വന്നിരിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രസ് ക്ലബ്ബിലോ മറ്റോ സംഘടിപ്പിക്കാം. അതായത് താങ്കളിപ്പോൾ പറഞ്ഞനുസരിച്ച് കേരള സർക്കാർ FIR എടുത്തോ കേന്ദ്ര സർക്കാർ FIR എടുത്തോ എന്നൊന്നും നമുക്ക് വിഷയമല്ല. എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. പക്ഷേ നിങ്ങളിപ്പോൾ പറഞ്ഞു ഗൂഗിൾ ഒന്ന് അടിച്ച് നോക്കാൻ പറഞ്ഞു. ഞാൻ ഇത്രയും സമയം കുനിഞ്ഞിരുന്നത് ഗൂഗിൾ അടിച്ച് നോക്കുകയായിരുന്നു. നിങ്ങളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തല്ലേ നമ്മൾ താമസിക്കുന്നത്. ChatGPT-യിലും അല്ലെങ്കിൽ നിങ്ങൾ ChatGPT-യിൽ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മലയാളത്തിൽ അടിച്ചാലും അതിൽ ഉത്തരം കിട്ടും. ChatGPT-യിലോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ ഒന്ന് അടിച്ചു നോക്കുക, ആരാണ് FIR എടുക്കേണ്ടത്. കൊച്ചിയിൽ നിന്ന് തന്നെ അടിച്ചു നോക്കണം. കൊച്ചി MSC ഈ കപ്പലിൻ്റെ അപകടത്തിൽ ആരാണ് FIR എടുക്കേണ്ടത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇറങ്ങി വരും. ഓരോ ടെറിട്ടോറിയൽ റീജിയനിലും ഓരോ നോട്ടിക്കൽ മൈൽ അനുസരിച്ചും ആരാണ് FIR എടുക്കേണ്ടതെന്ന് വളരെ കൃത്യമായി പറയുകയും ഈ എല്ലാ നോട്ടിക്കൽ മൈലുകളിലും എത്ര ആഴത്തിലുള്ള നോട്ടിക്കൽ മൈലിലുള്ള സ്ഥലത്തായാലും അവിടെ FIR എടുക്കുന്നതിൽ ലോക്കൽ പോലീസിൻ്റെ റോൾ എന്താണെന്ന് വളരെ കൃത്യമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് റെജി ലൂക്കോസ്, ഞാനല്ല ആരോ ആയിക്കോട്ടെ, കേരള സർക്കാർ ചെയ്തില്ലെന്നോ ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തില്ലെന്നേ പറയേണ്ടി വരും. അതേസമയം ബാക്കി കേരള സർക്കാർ ചെയ്തില്ലെന്നോ കേന്ദ്ര സർക്കാരല്ല, ഇൻ്റർനാഷണൽ നിയമങ്ങൾ അനുസരിച്ച് കപ്പലിൻ്റെ അപകടമുണ്ടായാൽ അത് ഓരോ അപകടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ആര് കേസെടുക്കണം, ഇൻ്റർനാഷണൽ കേസ് എപ്പോൾ എടുക്കണം, ഇതിൻ്റെ FIR ആരെടുക്കും എന്നെല്ലാം തീരുമാനിക്കുന്നത്. FIR എന്ന് പറഞ്ഞാൽ ഒരു കേസ് ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ ആ സെക്കൻഡിൽ അവിടെ ഓടിയെത്തി കേസെടുക്കുന്നതിനാണ് FIR എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻഫർമേഷൻ. അല്ലാതെ മാസങ്ങൾ കഴിഞ്ഞ് ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ ആൾ വന്ന് കേസെടുക്കുന്നതല്ല. അത്യാവശ്യം നിയമമെങ്കിലും ഒന്ന് പഠിക്കുക. FIR എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഒരു സംഭവം നടന്നാൽ അവിടുത്തെ ലോക്കൽ പോലീസും ഇതിലാണെങ്കിൽ മാരിടൈം പോലീസും കോസ്റ്റൽ പോലീസും അവിടെ എത്തും. അവിടെ എത്തി അവരുടെ സംയുക്തമായ തീരുമാനങ്ങളിലൂടെ കേസും തെളിവെടുപ്പും നടക്കും. ഇതൊന്നും ഈ കൊച്ചിയിൽ നടന്ന കപ്പൽ അപകടത്തിൽ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ നടത്തണമെന്നുള്ള ഡിമാൻഡ് കോസ്റ്റൽ ഏരിയയിലുള്ള ചാൾസ് ജോർജിനെ പോലുള്ളവർ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് വന്നതാണ് ഇന്ന് മനോരമയിൽ കണ്ടത്. അതിൻ്റെ ആശങ്കയാണ് ഇവിടെ ആളുകൾ പ്രകടിപ്പിച്ചത്. ഇനി ഞാൻ രണ്ടാമത് ഹാഷിമിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. ഹാഷിം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് ഇൻ്റർനാഷണൽ നോംസ് അനുസരിച്ച് 6 ആവട്ടെ 4-2 ആവട്ടെ 4 ആവട്ടെ 3 ആവട്ടെ, അത് കെമിക്കലാകട്ടെ പെട്രോളാകട്ടെ ഡീസലാകട്ടെ, ഏത് വസ്തു കൊണ്ടുപോകുന്നതിനും അത് സ്റ്റോർ ചെയ്യുന്നതിനും അത് ഡിസ്പോസ് ചെയ്യുന്നതിനും ഒക്കെ വളരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നോംസുകളുണ്ട്. ഇതൊക്കെ ഒന്നുകിൽ നമുക്ക് കേരളത്തിന് ഇത് അറിയില്ല. കേരളത്തിന് അറിയില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കല്ല, കേരളത്തിലെ സംവിധാനങ്ങൾക്കോ ഇന്ത്യൻ സംവിധാനങ്ങൾക്കോ ഇത് അറിയില്ല. ഞാൻ കേരളം എന്ന് പറയുമ്പോൾ അങ്ങനെ പിടിക്കണ്ട. ഇന്ത്യൻ സംവിധാനങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇത് ഒളിച്ചു വയ്ക്കുന്നു. ഈ സമൂഹം ഇത് അറിയേണ്ടതുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് ഗ്രാനൂളുകൾ ഭാവിയിൽ മത്സ്യം കഴിച്ചാൽ കുഴപ്പം വരുമെന്ന് പറയുന്ന എത്ര നിരുദ്രവകരമായ കാര്യമാണ് ഈ കൊച്ചിൻ ഉണ്ടായ അപകടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. നിങ്ങൾക്കറിയാമോ സമുദ്ര മലിനീകരണം എത്ര വർഷങ്ങൾ നീങ്ങുമെന്ന്? പവിഴപ്പുറ്റിന് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാമോ? 75% ഓക്സിജൻ തരുന്ന ആരാന്നറിയാവോ? മരങ്ങളല്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചു വയ്ക്കുന്ന മരങ്ങളാണ് ഓക്സിജൻ തരുന്നതാണ്. കടൽ ജീവികളാണ്, കടലിൽ നിന്നാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്. ആ ഓക്സിജൻ ലെയറിന് എന്ത് സംഭവിക്കും? ഇവിടെ ആരാണ് ചർച്ച ചെയ്യുന്നത്? അന്തരീക്ഷത്തിന് എന്ത് സംഭവിക്കും? സമുദ്രത്തിന് എന്ത് മലിനീകരണം ഉണ്ടാകും? എത്ര കാലമുണ്ടാകും? ഇതൊക്കെ അറിയണമെങ്കിൽ കണ്ടെയ്നറുകളിൽ എന്ത് എക്സ്പ്ലോസീവാണ് അവിടെ ഉണ്ടായത്? നേരത്തെ ഇവിടെ നമ്മുടെ ആർക്കിടെക്റ്റ് സൂചിപ്പിച്ചതുപോലെ ഇത് ഡിസ്ക്ലോസ് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇത് ഇൻ്റർനാഷണലാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഴിഞ്ഞം പോർട്ടാണ്, അല്ലെങ്കിൽ ആരാണ്, ഇത് വലിയ കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അവർക്ക് ബന്ധമുള്ളവരാണോ പരിചയക്കാർ, ഇതൊന്നും വിഷയമല്ല. നമ്മുടെ വിഷയം എന്താണ്? കൊച്ചി തീരത്തും ബേപ്പൂർ തീരത്തും 2 അപകടമുണ്ടായി. ഈ അപകടത്തിൽ എന്താണ് അതിൻ്റെ അകത്തുള്ള കണ്ടന്റുകൾ?
അത് എത്ര കാലം കൊണ്ട് നമ്മുടെ തീരദേശത്തിന് ദോഷമുണ്ടാക്കും? അതുപോലെ ഞാൻ പറയാം, മത്സ്യസമ്പത്ത് ഇത് വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാനാണെങ്കിലും അങ്ങനെ തന്നെ പറയണം. പക്ഷേ എന്ത് ആധികാരികമായിട്ടാണ് വന്ന് പറയുന്നത് മത്സ്യം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്ന്? എന്തുമാത്രമാണ് മത്സ്യമേഖല ഇടിഞ്ഞത്? എന്ത് സയൻസിൻ്റെ ബേസിലാണ് പറഞ്ഞത്? കടലിൽ ഇത്രയും ആഴത്തിൽ എണ്ണയും ഗ്യാസും പ്ലാസ്റ്റിക്കും എല്ലാം വീണതിന് ശേഷം കഴിക്കുന്ന മത്സ്യത്തിന് കുഴപ്പമില്ല എന്ന് എന്ത് ആധികാരികത അടിസ്ഥാനത്തിൽ പറഞ്ഞത്? ഞാനാണെങ്കിൽ പറയും, കാര്യം മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കണം, അവരുടെ ജീവിതമാർഗ്ഗമാണ്. അത് രണ്ടാമത്തെ വിഷയമാണ്. അത് കാരണം അത് പ്രധാന വിഷയമാണ്. പക്ഷേ അത് അഡ്രസ്സ് ചെയ്യണം. അത് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി മലിനപ്പെടില്ല എന്നല്ല പറയേണ്ടത്, മലിനപ്പെട്ടത് പരിശോധിക്കുമെന്ന് പറയണം. ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കടലിൽ ഇത് ഒരു കുഴപ്പമില്ല എന്ന്? മന്ത്രി വന്ന് ഭക്ഷിച്ച് കാണിക്കുകയാണ്. മന്ത്രി വന്നിട്ട് മത്സ്യം ഭക്ഷിച്ച് കാണിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഒരു കുഴപ്പമില്ലെന്ന്. ആര് പറഞ്ഞു? ഏത് ശാസ്ത്രജ്ഞൻ പറഞ്ഞു? ഏത് സാങ്കേതിക വിദഗ്ധൻ പറഞ്ഞു? ഇത് ചോദിക്കുമ്പോൾ അത് സർക്കാരിനെതിരായിട്ട് ചോദിക്കുന്നതാണോ? ഭരണകൂടങ്ങൾക്കെതിരായിട്ടല്ലേ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ പറ്റൂ? അത് കേരള സർക്കാരിനോട് മാത്രമല്ലേ ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും ഇൻ്റർനാഷണൽ ഏജൻസി ആയാലും ആരായാലും 15 ദിവസങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ 20 ദിവസങ്ങൾക്കപ്പുറം ഒരു കപ്പൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ശരി ഞങ്ങൾക്ക് അധികാരമില്ല, റിജി ലൂക്കോസെ, കേരളത്തിന് അധികാരമില്ല, കേന്ദ്രത്തിന് കത്തെഴുതിയോ? എല്ലാ കാര്യത്തിലും കത്തെഴുതുമല്ലോ. ഇതിൽ ഗവർണറെ പിൻവലിക്കണമെന്ന് കത്തെഴുതിയല്ലോ. രാഷ്ട്രീയ പാർട്ടി ആയാലും നിങ്ങൾ ഇതിലൊരു കത്തെഴുതാത്തെന്താ? നിങ്ങൾ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ കത്തെഴുതാത്തെന്താ? നിങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു കത്തെഴുതാത്തെന്താ? ഞങ്ങളെ കടൽ തീരത്ത് വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞങ്ങൾക്ക് നിയമമില്ല, ഞങ്ങൾക്ക് FIR എടുക്കാൻ അറിഞ്ഞൂടാ, നിങ്ങൾ ഒന്ന് എടുത്തു തരുമെന്ന് പറഞ്ഞൊരു കത്തെഴുതാത്തെന്താ? അങ്ങനെ കത്ത് കാണിക്കൂ റജി ലൂക്കോസെ. പരത്തി പറഞ്ഞാൽ ശരിയാവൂല റജി ലൂക്കോസെ. നിയമം ഉണ്ടല്ലോ, ഞാൻ പരത്തി പറഞ്ഞാൽ ശരിയാവൂല. മറുപടി റജിയിലേക്ക് എത്താം.